ഇന്ന് ഞാൻ സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റമദാൻ സമ്മറൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടൊരു സാധനമാണ്, മറ്റൊന്നുമല്ല ഒരു അടിപൊളി ജ്യൂസ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് പച്ചമാങ്ങയൊക്കെ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തല്ലി കൊഴിച്ചിട്ട് അങ്ങനെ അവസാനം നമുക്ക് മാങ്ങ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ തൊടുവിൽ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് കളക്ട് ചെയ്തെടുക്കാം. ആ ഒരു മാങ്ങ കളക്ട് ചെയ്യാൻ മോന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനത് അതുകൊണ്ട് എടുത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിലൂടെ തരാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ പക്ഷേ നമ്മൾ ആ മുതൽ ഹൈറ്റിലായതുകൊണ്ട് അവനക്ക് തരാൻ പറ്റിയില്ല. അപ്പോൾ ഒന്ന് മുറ്റത്ത് വീണ് കിടന്നിരുന്നു, ഒന്ന് അവന് കൊണ്ടുവന്നു. ഇത് അടിച്ചു കൊഴിച്ച് വീണത് കാരണം തന്നെ സൈഡൊക്കെ നല്ലോണം ഒന്ന് ചളങ്ങിയിട്ടുണ്ട് എന്ന് വേണം പറയാൻ. അപ്പോൾ ഞാൻ നല്ലവണ്ണം കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് പീൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് അതുപോലെ ഒന്ന് പീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ജ്യൂസിൻ്റെ റെസിപ്പി എല്ലാവർക്കും തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. കാരണം ഭയങ്കര വേറൊന്നും ഐറ്റംസ് ഒന്നും വേണ്ട, നമുക്ക് വീട്ടിലുള്ള ഐറ്റംസ് യൂസ് ചെയ്ത് മാത്രം റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തത് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ല, നമുക്ക് ആ മാങ്ങൻ്റെ ആ സീഡ് പോർഷൻ മാത്രം ഒഴിവാക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. റമദാനൊക്കെ ആകുമ്പോൾ നമുക്ക് ഫുഡിനെക്കാട്ടി പ്രിയം ജ്യൂസിനോടായിരിക്കും. ഇനി ഞാൻ അതിലോട്ട് ഒരു ലെമൺ ജ്യൂസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഞാൻ ചെറിയ പീസ് ജിഞ്ചറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലോട്ട് ഒരു 3 കാന്താരിമുളക് കണ്ട, കൂടുതലൊന്നും എരിവ് വേണ്ട. ഇനി നമുക്ക് ഒരു പിഞ്ച് സോൾട്ടും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് പാകത്തിന് ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് കൊടുക്കാം. ഐസ് ക്യൂബ്സ് ഇല്ലാതെ എന്ത് ജ്യൂസല്ലേ. ഇതിലോട്ട് ഞാൻ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് നല്ലവണ്ണം അരച്ചെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, റോമാങ്കോണ്, അപ്പോൾ അരഞ്ഞ് കിട്ടാൻ കുറച്ചൊന്ന് ടൈം എടുക്കും. ഇനി നമുക്ക് റെഡിയായ ജ്യൂസ് ഒരു സ്റ്റെയിനർ യൂസ് ചെയ്ത് അതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ഒരു ഗ്ലാസ്സിലോട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഈ ഒരു ജ്യൂസ് നല്ലൊരു ടേസ്റ്റാണ്, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് എന്ന് വേണം പറയാൻ. എല്ലാ ഒരു ഫ്ലവേഴ്സും അടങ്ങിയൊരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.